ഹായ്, ടോക്ക് ബൈ അഖിൽദേവിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ഒരു മെഗാ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായും കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്കീമിൻ്റെ ഒരുപാട് ലാഭം നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. കാര്യം നിങ്ങളൊരു 1000 രൂപ ഞാൻ പറയുന്ന അക്കൗണ്ടിലോ അല്ലെങ്കിൽ ഞാൻ തോന്നിക്കുന്ന ഒരു ഗൂഗിൾ പേ നമ്പറിലോ അയച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് 1400 രൂപയോളം നിങ്ങളുടെ അക്കൗണ്ടിൽ വരും. അത് വളരെ ഒരു ജാക്ക്പോട്ട് കാര്യമാണ്. അല്ലെങ്കിൽ 2000 രൂപ അയച്ചു തന്നാൽ ഒരു മണിക്കൂറിന് 2800 ആയിട്ട് കിട്ടാം. 3000 രൂപ അയച്ചു തന്നാൽ ഒരു മണിക്കൂർ 4200 ആയിട്ട് ഞാൻ നിൽക്കുന്ന വീട്. അങ്ങനെയുള്ള ഒരു മെഗാ ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഞാൻ അല്ല, ടെലഗ്രാമിൽ ഇപ്പൊ നിലവിൽ ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് ഏകദേശം 10-40,000 സബ്സ്ക്രൈബേഴ്സോടുകൂടി അങ്ങനെ പോകുന്നുണ്ട്. ചാനലിന്റെ ഫോട്ടോയും കാര്യങ്ങളും ഡീറ്റെയിലൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇത് എങ്ങനെയാണെന്നും ഈ തലമൂത്ത തട്ടിപ്പ് അത് ഏത് വഴിക്കാണെന്നും ഏത് രീതിയിലാണ് നിങ്ങളത് എന്താ പറയുക, നിങ്ങളങ്ങ് നശിപ്പിക്കാൻ, നിങ്ങളങ്ങ് ഇല്ലാതാക്കാൻ പോകുന്നതെന്നും നിങ്ങൾക്ക് എത്രത്തോളം അത് മെൻ്റലി ഒരു ടോർച്ചർ ആവാനും ചാൻസ് ഉണ്ടെന്ന് ഞാൻ ഇതിൽ പറഞ്ഞുതരാം. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലേക്ക് ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക എന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. സോ കൂടുതൽ ലാഗ് അടിക്കുക, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ മെഗാ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം നമുക്കറിയാം. നമ്മൾ ടെലഗ്രാം പലരും യൂസ് ചെയ്യുന്നതാണ്. ചിലർ എന്തെങ്കിലും മെസ്സേജ് അയക്കാൻ, ചിലർ ചാറ്റ് ചെയ്യാൻ, ചിലർ ഗ്രൂപ്പ് കോൾ ചെയ്യാൻ, ചിലർ നല്ല നല്ല കുറച്ച് വീഡിയോസ് കാണാൻ, ഫോട്ടോസ് അയക്കാൻ, അങ്ങനെ പല കാര്യത്തിനും നമ്മുടെ ടെലഗ്രാം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ അതേ ടെലഗ്രാം വഴി നിങ്ങളെ പെടുത്താനും അല്ല എങ്കിൽ നിങ്ങളെ എന്താ പറയുക, നിങ്ങളെ മുഴുവനായിട്ടങ്ങ് ഇല്ലാതാക്കാൻ, നിങ്ങളുടെയായിട്ടുള്ള സമ്പാദ്യങ്ങൾ എത്രത്തോളം മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം കൊടുക്കാനും കൂടെ സഹായിക്കുന്ന, അല്ലെങ്കിൽ അറിയാതെ എന്താ പറയുക, അതിന് കൂട്ടു നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമും കൂടെയാണ് ടെലഗ്രാം. അതിൻ്റെ മെയിൻ ഉദാഹരണമാണ് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ, ഇത് എന്താ പറയുക, നമ്മുടെ ഒരു പാർട്ട് ടൈം ജോബിനെ പറ്റി ഒരു വീഡിയോ ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും അതും കൂടെ ഒന്ന് കാണുക. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് പിടികിട്ടും. ഇതിൽ വന്നിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം എന്നും പറഞ്ഞാണ് ഈ ഒരു സ്കാം നടക്കുന്നത്. ഈ ഒരു സ്കാം നടക്കുന്നത് പറയുമ്പോൾ നിങ്ങൾ ആദ്യം ഒരു ചാനലിലേക്ക് അവർ ലോഗിൻ ചെയ്യും, അല്ലെങ്കിൽ ഒരു ചാനലിലേക്ക് നിങ്ങൾക്ക് എന്താ പറയുക, ഒരു മെഗാ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നമ്പർ, അതായത് ഫസ്റ്റ് പറയേണ്ടത് നമ്മുടെയൊക്കെ നമ്പർ ഇവർക്ക് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. ആദ്യം നമ്മുടെ നമ്പറിലേക്ക് ഒരു മെസ്സേജ് ഇട്ടു. അതെന്ന് പറഞ്ഞാൽ ഒരു മെഗാ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമാണ്. ആ സ്കീമിൽ പറയുന്നത് പറഞ്ഞാൽ 1000 രൂപ, നിങ്ങൾ വെറും 1000 രൂപ നിങ്ങൾ ഒരു മണിക്ക് അയച്ചു കൊടുത്താൽ ഒരു മണിക്കൂർ കൊണ്ട് 1400 രൂപയോളം നിങ്ങൾക്ക് തിരിച്ചു തരും. ഇതാണ് അവർ പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം. പക്ഷേ ഇതിൽ അവർ പറയുന്ന പറഞ്ഞാൽ അവർ ചെയ്യുന്ന ഒരു എന്താ പറയുക, അവർ ചെയ്യുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ ഒന്ന് BSE ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതുപോലെ തന്നെ NSE നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഈ 2 പ്ലാറ്റ്ഫോമിലാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു എന്താ പറയുക, നമ്മുടെ ക്രിപ്റ്റോ കറൻസിയൊക്കെ പോലെ ഒരു വലിയൊരു പ്ലാറ്റ്ഫോമാണ്. പലർക്കും അറിയത്തില്ല, പക്ഷേ എന്നാൽ നല്ലപോലെ റിട്ടേൺസ് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാണ് അവർ നമ്മളെ കൊണ്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യിക്കുന്നത്. പക്ഷേ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള 3-4 രീതിയിലുള്ള തട്ടിപ്പ് ഇതിന് പുറകിലുണ്ട്. അതിലൊന്നാമത്തെ തട്ടിപ്പ് എന്തെന്ന് വെച്ചാൽ, ചിലർ ഈ 1000 രൂപ കിട്ടിയ ഉടനെ പിന്നെ അവരെ പറ്റി ഒരു അഡ്രസ്സും ഇല്ല. നമ്മളങ്ങോട്ട് മെസ്സേജ് അയക്കുമ്പോഴേക്കും അവർ ബ്ലോക്ക് ചെയ്യും. പിന്നെ എന്താ പറയുക, പിന്നെ നമുക്ക് കേസ് കൊടുക്കുക, അല്ലെങ്കിൽ 1000 രൂപ പോയി എന്ന് വെച്ചിരിക്കുക. കാര്യം എന്താ സംഭവിച്ചെന്നറിയില്ല. ഏതോ ഒരു എന്താ പറയുക, ഒരു ഔട്ട്സൈഡർ നമ്മളടുത്ത് ഒരു 1000 രൂപ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. നമ്മൾ അയച്ചു കൊടുത്തു. കാര്യം നമ്മുടെ മനസ്സിൽ ആ ഔട്ട്സൈഡറിനേക്കാൾ നമ്മൾ ആലോചിക്കുന്നു പറഞ്ഞാൽ 1000 രൂപ അയച്ചു കൊടുത്താൽ ഒരു മണിക്കൂറിനകത്ത് 1400 കിട്ടുന്നുണ്ട്. മനസ്സിലായില്ലേ? സോ അതുകൊണ്ടാണ് നമ്മളത് അയച്ചു കൊടുക്കുന്നത്. അങ്ങനെ അയച്ചു കൊടുക്കുമ്പോഴേക്കും ആ 1000 രൂപ ഹുദാഹബ അത് പോയി. ഇനി രണ്ടാമത്തെ ഒരു തട്ടിപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ 1000 അല്ലെങ്കിൽ 2000 പലരും ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവർക്കും ബുദ്ധിമുണ്ട്. കാര്യം പലരും ഇതൊരു തട്ടിപ്പാണോ ഇത് കറക്റ്റായിട്ടുള്ള കാര്യമാണെന്ന് അറിയാൻ വേണ്ടി ആദ്യമേ ഈ 1000 രൂപ അങ്ങ് അയച്ചു കൊടുക്കും. 1000 രൂപ അയക്കുമ്പോഴേക്കും ഒരു മണിക്കൂറല്ല, ഏകദേശം അരമണിക്കൂറിനകത്ത് 1400 നിങ്ങൾ അക്കൗണ്ടിൽ തിരിച്ചു വരും, ഗ്യാരണ്ടി. കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ തട്ടിപ്പ് ഇനി അടുത്ത ലെവലിലാണ്. അതെന്താണെന്ന് പറഞ്ഞുതരാം. ഈ 1000 രൂപ അയച്ച് ഒരു മണിക്കൂർ കഴിയുമ്പോൾ 1400 നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നതിന് ശേഷം അപ്പോൾ നിങ്ങൾക്ക് എന്താ ട്രസ്റ്റ് ആവും. കാര്യം എന്ന് വെച്ചാൽ 1400 നമുക്ക് തിരിച്ചു കിട്ടൂല, അതും അവർ പറയുന്നതിനേക്കാൾ സ്പീഡിൽ. അപ്പോൾ നമ്മളടുത്ത് അവരടുത്ത് പറയും, സാറ്, എന്നിട്ട് ചിലപ്പോൾ ഒരു ഗ്യാപ്പ് വരും, ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും, സാർ അടുത്ത സ്കീം വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഇതിൽ എത്ര രൂപ വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പം ഞാൻ നേരത്തെ ഇത് നിങ്ങൾക്ക് കണ്ടോ അറിയാം, 2000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 2800 വെറും ഒരു മണിക്കൂറിൽ നിങ്ങൾക്ക് കിട്ടും. അതേപോലെ തന്നെ 3000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു മണിക്കൂറിന് 4200 കിട്ടും. സോ സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യൻ ചിന്തിക്കുന്നു പറഞ്ഞാൽ 1000 രൂപ ഇട്ടപ്പോൾ എനിക്ക് 1400 കിട്ടി. സ്വാഭാവികമായിട്ടും ഞാനത്
വിശ്വസിച്ചു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ചിലപ്പോൾ ഈ 3000 2000 ഒക്കെ സ്കിപ്പ് ചെയ്ത് 5000-നോ 10,000-നോ ഒക്കെ പോകും. കാര്യം എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ കൊണ്ട് ഇത്രയും എമൗണ്ട് വരെയല്ലേ. നേരെ അതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യും. അതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്താ, നോ അപ്ഡേറ്റ്സ്, ഒരു അപ്ഡേറ്റും ഇല്ല, അതങ്ങ് പോയി. നേരത്തെ എന്താ പറയുക, നമ്മൾ ഈ കടലിൽ ഭസ്മം ഇടൂലേ, അതേപോലെ തന്നെ അതും ഹുദാ ഹവ. കാര്യം എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി പിന്നെ ഒരു സൈഡിന് വരും. കാര്യം അവനെ സംബന്ധിച്ചുള്ള 1000 രൂപ നിങ്ങൾ അവന് കൊടുത്തു, 1400 അവൻ നിങ്ങൾക്ക് അയച്ചു തന്നു. അവൻ നിങ്ങൾക്ക് തന്നത് വെറും 400 രൂപ. എന്നാൽ നിങ്ങൾ അവന് തിരിച്ചയച്ചു കൊടുത്തത് ഈ പറയുമ്പോൾ 3000 രൂപ ഇരിക്കട്ടെ, ഈ 3000 രൂപയാണ് നിങ്ങൾ അവന് തിരിച്ചയച്ചു കൊടുത്തത്. അവൻ എത്ര രൂപയാണ് നിങ്ങൾക്ക് തന്നത്? 400 രൂപ. നിങ്ങൾ എത്ര അവന് അയച്ചു കൊടുത്തത്? 3000 രൂപ. അപ്പോൾ അവൻ ഈ 400 അയച്ചപ്പോൾ അവൻ എത്രയാണ് അവൻ്റെ പ്രോഫിറ്റ്? 2600 രൂപ നിമിഷ നേരം കൊണ്ട് അവൻ്റെ കയ്യിലായി. അവൻ അതും കൊണ്ട് സീതാ ജാവോ, അത്രേ ഉള്ളൂ. ഇനി ചിലർ മൂന്നാമതൊരു തട്ടിപ്പ് എങ്ങനെ പറയുമെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഈ 1000-മോ 2000-മോ 3000-മോ ഏത് എമൗണ്ട് കൊടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുമോ, നമ്മളുടെ അവർ ആദ്യം പറയുന്നത് പറഞ്ഞാൽ, സാർ ഇതിൽ ഏത് എമൗണ്ട് കൊണ്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇൻവെസ്റ്റ് ചെയ്താൽ ഉടനെ അവരടുത്ത് പറയുന്ന ഡയലോഗ് എന്താണെന്ന് വെച്ചാൽ, സാർ നിങ്ങൾ ഇപ്പോൾ തന്ന പൈസ, ഇപ്പോൾ 1000 രൂപയായിരിക്കും നമ്മൾ അയച്ചത്, 1000 രൂപയ്ക്കുള്ള പ്ലാറ്റ്ഫോം ഓൾറെഡി ഫില്ലായി. അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി ആകെ അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ 2000 പറയത്തില്ല, ചിലപ്പോൾ 3000 പറയും. ഇനി 3000 രൂപയുടെ പ്ലാറ്റ്ഫോമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഓൾറെഡി എനിക്ക് 1000 രൂപ തന്നു, ഒരു 2000 രൂപയും കൂടെ നിങ്ങൾ അയച്ചു തന്നാൽ ഞാൻ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് 3000 രൂപയുടെ പ്ലാറ്റ്ഫോമിൽ ഇൻവെസ്റ്റും ചെയ്യാം, പ്ലസ് 4200 രൂപ റിട്ടേണും തരാം. ചിലര് ഇപ്പം ഭൂരിഭാഗം ആൾക്കാരും ചെയ്യുന്ന കാര്യം എന്ന് പറയുമ്പോൾ, നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട, അവൻ ജെന്യുവിനായിട്ടുള്ള ഒരു ഏജന്റ് ആണ് എങ്കിൽ, അല്ലെങ്കിൽ ജെന്യുവിനായിട്ടൊരു കസ്റ്റമർ ആണെങ്കിൽ, നിങ്ങൾ അവരുടെ അടുത്ത് എന്താ പറയുക, നിങ്ങൾ ജെന്യുവിനായിട്ട് നിങ്ങളെ ഡീൽ ചെയ്യുന്ന ഒരു ഏജന്റ് ആണ്, കസ്റ്റമർ ഏജന്റ് ആണെങ്കിൽ അവൻ്റെ അടുത്ത് നിങ്ങൾ പറയാം, ശരി എനിക്ക് വേറെ ഈ പറഞ്ഞ 3000 രൂപ ഇടാനുള്ള സാമ്പത്തികമില്ല, എനിക്ക് തിരിച്ചു വേണമെന്ന് പറയുമ്പോൾ, അവൻ ജെന്യുവിനായിട്ടുള്ള ഒരാളാണെങ്കിൽ ശരി സാർ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യാം, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും സർവീസ് ചാർജോ കാര്യങ്ങളോ പിടിക്കുമായിരിക്കും. അല്ലെങ്കിൽ ചില കേസിൽ പിടിക്കാനേ ചാൻസ് ഇല്ല. കാര്യം അവൻ പറഞ്ഞ ഡയലോഗ് എന്ന് പറഞ്ഞാൽ 1000 രൂപയുടെ പ്ലാറ്റ്ഫോം ഫില്ലായി. സോ നമ്മൾ അയച്ച 1000 രൂപ അവൻ്റെ കയ്യിലുണ്ട്, നമുക്ക് 3000 രൂപയുടെ പ്ലാറ്റ്ഫോം എടുക്കാനുള്ള പൈസ ഇല്ല. അതുകൊണ്ട് ആ പൈസ തിരിച്ചു തരാൻ പറഞ്ഞാൽ നല്ലൊരു ഏജന്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ അവൻ 100% ഒരു വിശ്വസ്തനായവനാണെങ്കിൽ അവനത് തിരിച്ചു തരും. അല്ല എങ്കിൽ അവൻ പറയുന്നു, സാർ അത് നടക്കത്തില്ല സാർ, ഞാൻ 1000 രൂപയും കൂടെ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ്, സാറ് 2000 രൂപ അയച്ചു തന്നാലേ എനിക്കത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് നിങ്ങളെ വീണ്ടും ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കും. സാർ ഇത്രയും പെട്ടെന്ന് പേയ്മെൻറ്റ് അയക്കും എന്ന് പറഞ്ഞു. ഇതാണ് നടക്കുന്ന സംഭവം. പക്ഷേ നിലവിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പ്ലേ സ്റ്റോറിലായാലും അല്ലെങ്കിൽ ഗൂഗിളിലായാലും ടെലഗ്രാം വഴി പോകുന്നതിനേക്കാൾ പ്ലേ സ്റ്റോറിൽ നമ്മളെ എന്താ പറയുക, ഇപ്പോൾ കൂടെ നമ്മുടെ വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ട്. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം എന്ന് പറയുമ്പോൾ ഒരുപാട് നഷ്ടവും ലാഭവും എല്ലാം വരുന്നുണ്ട്. പക്ഷേ അതിൻ്റേതായിട്ടുള്ള പ്ലാറ്റ്ഫോം ഉണ്ട്. ഒരിക്കലും നിങ്ങൾ ഇതും പ്രതീക്ഷിച്ച് നിൽക്കാതെ ഇൻവെസ്റ്റ്മെൻറ്റ്, അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ നമ്മുടെ ക്രിപ്റ്റോ കറൻസി ആവട്ടെ, അല്ലെങ്കിൽ നമ്മളിടുന്ന ഏതൊരു സ്റ്റോക്ക് എക്സ്ചേഞ്ചും ആവട്ടെ, സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ ഓരോ സെക്കൻഡിൽ അതിൻ്റെ വാല്യൂ അപ്പ് ആൻഡ് ഡൗണിലിരിക്കും. കാര്യം ഓരോ സ്റ്റോക്ക് എടുക്കുമ്പോൾ അവിടെ വരുന്ന ലാഭവും നഷ്ടവും എല്ലാം നിങ്ങളെയും കൂടെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അല്ലാതെ ഇത്രയും വലിയ റിട്ടേൺസ് പ്രതീക്ഷിച്ച് നിങ്ങൾ ആരും ഈ ചതിയിൽ പോയി പെടാൻ നിൽക്കരുത്. പെട്ടവരുടെ അനുഭവത്തിൽ പറയുന്ന ഒരു കാര്യമാണ്. ഒരു കാരണവശാലും ഇങ്ങനത്തെ കാര്യങ്ങളിൽ പോയി പെടാൻ നിൽക്കരുത്. കാര്യം പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നീ ഇപ്പോൾ ആദ്യത്തെ 1000 രൂപ പോയാൽ നമ്മൾ വിചാരിക്കും ശരി 1000 രൂപയിലേ പോയി, ഇനി പുറത്തൊന്നും പറയണ്ട. 1000 രൂപയിട്ട് 10 ആളാകുമ്പോൾ 10000 രൂപയാവും. പിന്നെ ഒരു ദിവസം എത്ര ആൾക്കാരായിരിക്കാൻ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാരണവശാലും അവർ പറയുന്ന രീതിയിൽ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായി. ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ സ്റ്റോക്ക് എക്സ്ചേഞ്ചോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളോ ചെയ്യണമെങ്കിൽ അതിന് ജെന്യുവൻ ആയിട്ടുള്ള ആപ്പും പ്ലാറ്റ്ഫോമൊക്കെ നമ്മുടെ പ്ലേ സ്റ്റോറിൽ തന്നെ അവൈലബിൾ ആണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ചറിഞ്ഞ് അതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ട് വേണം അതിലോട്ട് ഇറങ്ങാൻ. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾ അതിൽ പൈസ ഇട്ടിട്ടുണ്ടോ, എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ എഴുതുന്ന നമ്പറിൽ 1930 ഇത് ഫിനാൻഷ്യൽ ഫ്രോഡുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്താ പറയുക, നമ്മുടെ സൈബർ സെല്ലിൽ അറിയിക്കാൻ പറ്റുന്ന ഒരു ടോൾ ഫ്രീ നമ്പറാണ്. ഈ നമ്പറിൽ ഉടനെ തന്നെ, ഇനി അഥവാ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പേയ്മെൻറ്റ് അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പറ്റിക്കപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ഈ ഒരു നമ്പറിൽ വിളിച്ച് അതൊന്ന് റിപ്പോർട്ട് ചെയ്യുക. റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ പറ്റിയുള്ള കൂടുതൽ അപ്ഡേറ്റ്സ്, ചിലപ്പോൾ നിങ്ങൾക്ക് ലക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അയച്ച പേയ്മെൻറ്റ് കൂടി നിങ്ങൾക്ക് അവിടെ ഫ്രീസ് ചെയ്ത് വയ്ക്കാൻ പറ്റും. സോ ഈ നമ്പർ നോട്ട് ചെയ്യുക, 1930, അത് മറക്കാതെ നോട്ട് ചെയ്ത് വയ്ക്കാം. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമോ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, നേരത്തെ പറഞ്ഞ ക്രിപ്റ്റോയോ ഒന്നും തെറ്റല്ല. എല്ലാം നമ്മൾ ഇന്നത്തെ നാട്ടിലെല്ലാവരും കുറച്ചും കൂടി എക്സ്ട്രാ ഇൻകം ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ അപ്പോഴും മനസ്സിലാക്കുക, ആ എക്സ്ട്രാ ഇൻകം നമ്മൾ ആഗ്രഹിക്കുന്നതോടൊപ്പം ചതിക്കുഴിയിൽ വീഴാൻ എളുപ്പമുള്ളൊരു കാര്യം കൂടെയാണ്.
സോ അതുകൊണ്ട് ഈ ഒരു കാര്യം നോട്ട് ചെയ്ത് വെച്ചേക്കുക. തീർച്ചയായും നിങ്ങൾ ഈ നമ്പർ കൊണ്ടുപോയി നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു തട്ടിപ്പോ ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുഭവങ്ങളും ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോയെ പറ്റിയുള്ള എന്ത് കമൻറ്റ്സും നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ എന്നെ കഴിയുന്ന പോലെ എല്ലാ കമൻറ്റ്സിനും മറുപടി പറയാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ടിങ് ടിങ് അടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ്, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണേ, മറക്കരുതേ. ഓക്കെ, സോ അതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ എല്ലാം ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഐ ആം അഖിൽ ദേവ് സൈനിങ് ഓഫ് ഫ്രം ടോക്ക് ബൈ അഖിൽ ദേവ്. ബൈ. ഓക്കെ.